മഠത്തിൽ ആർക്കും വേണ്ടാത്തവൻ ഞാനാണല്ലോ. പഠിക്കാത്തവൻ, വിവരം കെട്ടവൻ, കഴുത. അവനാണല്ലോ കുടുംബത്തിലെ മാണിക്യം. എന്നിട്ടിപ്പൊ എന്തായി? അവനെ ഇനി ഈ പടിക്കകത്ത് കയറ്റരുത്. ആ ബന്ധം മുറിച്ച് അവനെ ബ്രഹ്മചാരിയാക്കണം. മഠത്തിനുള്ളിൽ കേറ്റാതിരുന്നാൽ മാണിക്കേട്ട് പോകുമാ? എന്നാലും മഹാഭാവി അവൻ ഇപ്പടി ചെയ്തല്ലോ മുരുക. ത്രിമൂർത്തികൾ വാഴണ മച്ചിന് കീഴെ അന്യമതക്കാരെ കുടിയിരുത്തിയില്ലേ? മഠത്തേക്ക് ശാപം വീഴുന്ന അന്നേ എനിക്ക് തോന്നിയതാക്കും. എല്ലാത്തിനും കാരണം ഇവൻ താൻ. ഓഹോ, അവൻ തോന്നിയാത്തം കാണിച്ചതിനും കുറ്റക്കാരൻ ഞാൻ. അവൻ കെട്ടിയ സ്ഥിതിക്ക് മൂത്തവനായ ഞാൻ ഇനി നിസ്ബ്രഹ്മചാരിയായി പോകുമല്ലോ. അമ്മാ, എന്റെ ആശ എല്ലാമേ പോച്ചു. പഴനിയാണ്ടവാ, இந்த சாமியார் மடத்துடைய கௌரவமே போச்சு. இனிமே நான் என்னடா செய்வேன்? இப்படி செஞ்சிட்டியடா. ചെയ്യാനൊന്നുമില്ല. തൃശ്ശൂർക്ക് ചെല്ല, കൊടുവാണ് കൊണ്ട് അവന്റെ കഴുത്ത് വെട്ട, ജയിലിൽ പോവാ. മഠത്തിന്റെ മാനം കാക്കാൻ. ஐயோ, கிரிஜாவல்லவா, அப்படியெல்லாம் ஒண்ணும் செய்யாதடா. பொண்ண பாக்குறதுக்கு லட்சணமா இருக்கா. തല്ലാനും കൊല്ലാനൊന്നും പോവണ്ട. പടിയടച്ച് പിണ്ടം വെക്ക. ஐயோ, ലക്ഷ്മി നാരായണ, എടുത്തു ചാടി ഒന്നും ചെയ്യ വേണ്ടാം. അനന്തം പറയണ സത്യമാണെന്ന് എങ്ങനെ അറിയാം? இந்த போட்டோவை பார்த்துட்டு அவன் கல்யாணம் செஞ்சாச்சுன்னு நாம முடிவு செய்ய கூடாது. போய் நேர்ல பாரு. ஆமா, திருச்சூருக்கு போய் அவனை நேரா பாரு. அதுக்கப்புறம் நாம ஒரு முடிவுக்கு வரலாம். அதுக்கு முன்னால இத பத்தி இனிமே இங்க யாரும் ஒண்ணும் பேசக்கூடாது. கல்யாணம் கிருஷ்ணா, நான் கேக்குறதெல்லாம் உண்மையாடா? അല്ല, ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? വെറുതെ റെഡിയാ ഒന്ന് പറഞ്ഞ് ഇറങ്ങി പോയാൽ മതിയോ? എന്താ പ്ലാൻ? എല്ലാം പോകുന്ന വഴിക്ക് വിശദമായി പറഞ്ഞുതരാം. അതിന് ബാങ്കിലെ ലീവ് എഴുതി കൊടുക്കണ്ടേ? അതെല്ലാം ഓക്കെ, നീ വേഗം ഇറങ്ങാൻ നോക്ക്. ആണുങ്ങളായ കുറച്ച് ചങ്കൂറ്റൊക്കെ വേണം. ചങ്കൂറ്റം ഉള്ളതുകൊണ്ടാ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒന്നിച്ച് പൊറുക്കാൻ തീരുമാനിച്ചതും. ആ ചങ്കൂറ്റ ഇപ്പൊ എവിടെ പോയി? എന്റെ പൊന്നുമോളെ, തർക്കിച്ചിരിക്കാൻ സമയമില്ല. ആ അനന്തേട്ടൻ മഠത്തിൽ ചെന്ന് പാര വയ്ക്ക് ഉറപ്പാ. കൂടും പൊളിച്ച് പട്ടന്മാരെല്ലാം കൂടെ പടയോടെ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ആട്ടെ, എങ്ങോട്ടാ യാത്ര? വീരപ്പന്റെ വീട്ടിലേക്ക്. അതാരാ? നിന്റെ അപ്പൂപ്പൻ. തിരുപ്പതിയിലേക്ക്. മഠത്തിലുള്ളവർ കല്യാണകൃഷ്ണനെ അന്വേഷിച്ച് കാണാതെ വരുമ്പോ പത്രത്തിലൊരു പരസ്യം കൊടുക്കും. പരസ്യോ? ആ, കണ്ടവരുണ്ടോ പരസ്യം? കല്യാണകൃഷ്ണ, നീ മടങ്ങി വരൂ. നിന്റെ വിവാഹം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. തിരുമ്പി വാ തമ്പി. അതുവരെ മുങ്ങണം. ഇന്ന് ഇവിടെ മുങ്ങിയ പരസ്യം വന്നാലേ പൊങ്ങാവൂ. മുങ്ങിയാട്ടെ, മുങ്ങിയാട്ടെ. എളുപ്പവാ. ചെരുപ്പ് പിടിച്ചാട്ടെ, പിടിച്ചാട്ടെ. പാര്, കണ്ണ് നിറയെ പാര്. ഞാനന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സംശയമായിരുന്നില്ലേ? ഏതാടാ പെണ്ണ്? അത് പിന്നെ വിൽക്കാൻ വിഴുകൊന്നും വേണ്ട. ചൊല്ലി തമ്പി ചൊല്ല്. ഇന്ന പൊണ്ണ് യാരെന്ന്. നിനക്ക് ഇവക്ക് എന്നാ സംബന്ധം? അതറിഞ്ഞിട്ട് വേണം നിന്റെ പിണ്ടം വെക്കാനും അടിയന്തരം നടത്താനും. ചൊല്ലടാ, ഏതാ ഈ പെണ്ണ്? ഭാര്യ അല്ലാതെ ആര്? ഇവന്റെ കല്യാണം കഴിഞ്ഞു. ഇനി രണ്ടുപേരെ മഠത്തിലേക്ക് വിളിച്ചോണ്ട് വെക്കോ. ചെലവ് പറഞ്ഞില്ലേ? മഠത്തിന്റെ മാനം കെടുത്തിയ നിന്നെ ഞാൻ കൊല്ലും. ഗിരിജാവല്ലവാ, നീ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറയട്ടെ. ഇവള് നിന്റെ ആരാടാ? എന്റെ ഭാര്യ. കല്യാണകൃഷ്ണ, മന്നിക്കണം. അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നിന്റെ പേരെന്താടി? ശിവകാമി. ശിവകാമി സ്വാമിനാഥൻ. ശിവകാമി. ശിവകാമി സ്വാമിനാഥനോ? അതെ. ഏത് മഠത്തിലെയാ? പാലക്കാട് ഊരുമഠത്തിലെ. പാലക്കാട്ടെ? ഇപ്പൊ താമസിക്കുന്ന കോയമ്പത്തൂര്. ഊരുമഠത്തിലെയോ? അതെ. ഊരുമഠത്തിലെ സ്വാമിനാഥന്റെയോ? റെയിൽവേയിലെ ഡിവിഷണൽ എഞ്ചിനീയർ? അതെ അതെ, ഇപ്പൊ റിട്ടയർ ചെയ്തു അല്ലേ? അവൻ 10ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ചതാ. ഇപ്പൊ എങ്കിരിക്ക് ശിവകാമി? മരിച്ചുപോയി. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ഇവളുടെ അമ്മാവൻ സുബ്ബരാമയ്യരുടെ കൂടെയാണ് താമസം. റിട്ടയർഡ് അഡ്വക്കേറ്റ് ജനറൽ. തല്ലാനും കൊല്ലാനും പടിയടച്ച് പിണ്ണം വെക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ഊരുമടക്കാരെന്ന് കേട്ടപ്പോ എല്ലാരും ഊരിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ചുംബൻ നിർത്ത. ഊരുമടക്കാരെ പറ്റി നിനക്ക് എന്തറിയാം? നമുക്കൊന്നും അവരുടെ പഠിപ്പുര കിടക്കാനുള്ള യോഗ്യതയില്ല. സ്വാമിനാഥന്റെ പെരിയപ്പ കൊച്ചി രാജാവിന്റെ ദിവാനായിരുന്നു. ദിവാൻ പേഷ്കാർ ആദിശേഷയ്യ തെരിയുമാ? ആദ്യം അന്തവുമില്ലാത്ത കാര്യമാണ് അവൻ ചെയ്തത്. ആദിശേഷയ്യരുടെ മഹത്വം പറഞ്ഞിരിക്കാതെ പടിയടിച്ച് പിണ്ണം വെക്കണ്ട. ആദ്യം നിന്റെ വീട്ടിൽ വയ്ക്കേണ്ടത്. നടന്നത് നടന്നു. രണ്ട് മഠക്കാരുമായി ആലോചിച്ച് അഗ്നിസാക്ഷിയായി തീരുമാനം നടത്താം. ഞാൻ അപ്പടിയാ കല്യാണകൃഷ്ണനോട് ചൊല്ലിയത്. അത് ശരിയാ, മാനം കാക്കാലോ. പറഞ്ഞതൊക്കെ ഞാനും കേട്ടു. പക്ഷെ എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല. ഇനി ആരും ഒന്നും പറയണ്ട. സീതാരാമൻ ചൊന്നതാ ശരി. നടന്നതൊന്നും
നാട്ടുകാരറിഞ്ഞിട്ടില്ലല്ലോ. തിരുമണം നടന്ന വിവരം പുറത്തു പറയണ്ട. ആചാരം പോലെ തന്നെ പെണ്ണ് കാണലും കല്യാണവും ഒക്കെ നടക്കട്ടെ. നല്ല നാൾ പാത്ത് ഒന്നപ്പാക്ക പോണം. നീ ഒന്നും പറയണ്ട. അയ്യോ കള്ളൻ കള്ളൻ നിക്കണവിടെ. കള്ളൻ കള്ളൻ ഓടി വരണേ. അയ്യോ അങ്ങനെ ഞാൻ വിടത്തില്ല. കടലിൽ ചാടി അവന്റെ കൂടെ ചാടി പൊക്കിയെടുത്തിട്ടുള്ളവനാടാ ഞാൻ. കർത്താവേ, മാത്തച്ഛ മുതലാളി വെച്ച് പൂജിക്കുന്ന സ്വർണ്ണ കുരിശ് എടുത്തോണ്ടാണല്ലോ മഹാഭാവി മുങ്ങിയത്. പേടിക്കണ്ട പേടിക്കണ്ട, അവനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തു തരാം. അവൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. ഇനി അവനെ തപ്പിച്ച് രക്ഷയില്ല. അങ്കമാലിയിൽ മുങ്ങിയാൽ അടിമാലിയിൽ പൊങ്ങുന്നവനവൻ. വെങ്കലം ചാക്കുണ്ണി. എടാ ചാക്കുണ്ണി. കേട്ടോ കേട്ടോ, അവൻ അടി കൂടെ ഒന്ന് കാല് വരുന്ന കണ്ടോ? എടാ, ഈ മുട്ടുകയറ്റി മാറ വന്നേരെ നിനക്കറിയില്ല. ചുണയുണ്ടെങ്കിൽ പുറത്ത് വാടാ. മുട്ടുകയറ്റി കണ്ടോ തട്ടാനല്ലോ, നീ ചോര കക്കും. അതോടെ നിന്റെ പൊക്കലും നിൽക്കും. കുറഞ്ഞത് 10-15 പേരെയെങ്കിലും ഇവളുടെ ബന്ധുക്കളായി ഇറക്കിയേ പറ്റൂ. എല്ലാം ചെറുപ്പക്കാരായ പറ്റില്ല, പല പ്രായക്കാർ വേണം. തന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ നല്ല നമ്പറാ. ഒരു 4-5 പേരെ ഞാൻ ഒപ്പിക്കാം. ഞങ്ങളുടെ ഒരു കഥകളി ക്ലബ്ബുണ്ട്. അവിടുത്തെ കഥകളിക്കാരൻ ചെണ്ടക്കാരൻ കണ്ട ബ്രാഹ്മൺസ് ആണെന്നേ തോന്നുന്നു. നിർമ്മലയുടെ അമ്മാവൻ ഒരു സുബ്ബരാമയ്യരാണെന്നും അയാൾ ഒരു റിട്ടയർഡ് അഡ്വക്കേറ്റ് ജനറൽ ആണെന്നും ഞാനൊരു കാച്ചിട്ടുണ്ട്. അയാളാണ് ഇപ്പം വിവാഹം നടത്തി തരേണ്ടതെന്നും ഞാൻ പറഞ്ഞു. അപ്പൊ സുബ്രാമയ്യരായിരിക്കണം കലക്കേണ്ടത്. അതിന് പറ്റിയ ഒരാളെ തരണം. അയാളുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു മഠവും കണ്ടുപിടിക്കണം. അത് വേണം. അതാണ് ഇപ്പൊ ഏറ്റവും പ്രശ്നം. എന്താ ചാക്കുട്ടി? ഞാൻ ഇങ്ങോട്ട് ഓടിക്കറി ആരോട് പറഞ്ഞത്? ആ മുട്ടുകേറ്റ് മാത്തവന്നാൽ എന്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നെങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അതല്ല സാറേ, അയാൾ എന്നെ ഇടവും വലവും തീരെ സമ്മതിക്കണില്ല. അയാൾ എന്റെ നെഞ്ചത്തെ പള്ളക്കെ മുട്ടുകയറ്റിയ ഞാൻ കട്ടപ്പുറത്തായി പോകും. രക്ഷിക്കണം. അങ്ങോട്ട് കയറിയുന്നു. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എന്റെ ഈശോയെ. അക്കരെ താമസിക്കുന്ന കള്ളൻ ഇട്ടി ചാക്കുണ്ണി ഇങ്ങോട്ട് ഓടി കയറിയോ? ഇല്ലല്ലോ. ഇങ്ങോട്ട് കയറിയത് പോലെ തോന്നിയല്ലോ. കുറെ ദിവസമായി അവൻ എന്റെ കണ്ണും വെട്ടിച്ച് മുങ്ങി നടക്കുന്നു. ചാക്കുണ്ണി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതിലെ ഒരാൾ ഓടി പോകുന്നുണ്ട് അല്ലേ? അതെ. എന്നാൽ അവൻ ആ വഴിക്ക് മുങ്ങിയതാവും. നിന്നെ പൊക്കാൻ ഞാൻ ദാ വരുന്നടാ. എടോ ചാക്കുണ്ണി, അവര് പോയി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അകത്തൊന്നും വല്ല അടിച്ചു മാറ്റിയോ? താൻ ആള് പെശകാണെന്ന് എനിക്കറിയാം. എന്താ സാറേ, അതെന്നെ കൊച്ചാക്കുന്ന ഏർപ്പാടല്ലോ. ഇതെന്റെ വീട് പോലല്ലോ. ഇവിടെ ഞാൻ കാക്കുവോ? എന്റെ പുണ്യാടച്ച, ഇതെന്തൊരു പറച്ചിലാ. ഞാൻ വരട്ടെ. ഓ സാറിന്റെ വീട്. ഏയ്, പറയല്ലേ. വീടില്ല, സാറിന് വീടില്ല. പോ. പിന്നെ നമസ്കാരം ചേച്ചി. എടാ കല്യാണകൃഷ്ണ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? മീശ വടിച്ചിറക്കിയ ഈ ഇട്ടിച്ചാക്കൂന് തനി ബ്രാഹ്മണ ലുക്ക. ഇയാളെ സുബ്രാമയ്യരാക്കിയാലോ? ചാക്കുണ്ണി ആള് കള്ളനാണെങ്കിലും പരോപകാരിയാ. നിങ്ങൾ ഇവിടെ ഞങ്ങളിപ്പോ വരാം. ചാക്കുണ്ണി ചേട്ടാ, പേര് വിളിക്കാതെ ചേട്ടാന്ന് വിളി. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ചാക്കുണ്ണി ചേട്ടാ തന്നെ. എന്റെ കർത്താവോടെ ഞാൻ ഒന്ന് കെട്ടിട്ടില്ല. ഞാൻ ഒന്ന് കെട്ടിട്ടില്ലല്ലേ? അതിലല്ലോ തനിക്കൊരു മലങ്കോളുണ്ട്. എനിക്കൊരു കോളം വേണ്ട. പിടിതരുന്ന പ്രശ്നമില്ല. നില്ല്. കർത്താവെ ചാട ഒരു കോളം. ക്ലോക്ക് കെട്ടാനും വേണ്ടിയില്ല. താൻ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, മോഷണം സാറന്മാർക്ക് പറ്റിയ പണിയല്ല. കടവുള്ള ഈ ചാക്കുണ്ണി എവിടെ പോയി കിടക്കുന്നു? നീ ഇതുവരെ റെഡിയായില്ലേ? എല്ലാരും എത്തിയോ? എല്ലാം കുഴപ്പമായെന്നാ തോന്നുന്നത്. അമ്മ അണ്ണന്മാരും ഒക്കെ എത്തി. ആ ചാക്കുണ്ണി ഇതുവരെ എത്തിയില്ല. അയ്യോ, ചാക്കുണ്ണി എത്തിയില്ലേ? ഇല്ല. അയാൾ ഇനി വല്ലയിടത്ത് തണ്ണി അടിച്ച് കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ ഇന്നലെ രാത്രി പോലീസ് പിടിച്ചു കാണും. എല്ലാം അറേഞ്ച് ചെയ്യാൻ ആ ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചാണ് ഏറ്റവും വലിയ കുഴപ്പമായത്. ഗോപാലകൃഷ്ണൻ വിചാരിച്ചോണ്ട ഈ നാടകത്തിന് ഇങ്ങനെ ഒരു വീട് ഒത്തുകിട്ടിയത്. അല്ല, ഈ വീടിന്റെ പേരെന്താന്ന് പറഞ്ഞ? ഊരുമണം. എല്ലാം ഊരി വീടുന്നൊന്നും എളുപ്പം ഉടുപ്പില്ല. ഉടുപ്പിച്ചിട്ട് ശരിയാവുന്നില്ല. ചേച്ചി ഒന്ന് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഇതുവഴി എന്തായി കാണിക്കുന്നത്? മനസ്സ് ശരിയല്ലാത്തോണ്ട് ഒന്നും ശരിയാവുന്നില്ല. ഒന്ന് എളുപ്പം ഉടുപ്പീര്. ചേട്ടനെ ഇത് ഉടുപ്പിക്കാൻ അറിയില്ല, പിന്നല്ലേ അവർക്ക്. പിന്നെ ഇത് ഉടുത്തോണ്ടല്ലേ ഞാൻ ബാങ്കിൽ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഉടുപ്പിച്ചോളാന്ന് പറഞ്ഞല്ലേ ഗോപാലകൃഷ്ണൻ 100 രൂപ വാങ്ങിച്ചത്. സാധാരണ സാരിയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് എങ്ങനെ ഉടുപ്പിച്ചിട്ട് മിച്ചം വരുന്നു? മിച്ചം വരുന്ന എല്ലാം കൂടെ എവിടെയെങ്കിലും ചൊരുക്കി വൈ. ഞാൻ ആ കള്ള ചാക്കുണ്ണി ഒന്ന് കണ്ടുപിടിക്കട്ടെ. അയാൾ വന്നില്ലെങ്കിൽ എന്റെ മുരുക.
എന്തൊരു കഷ്ടം. ഗോപാലകൃഷ്ണ, ചാക്കൊന്ന് ഇനി എത്തിയില്ലേ? അകത്തെല്ലാരും പെണ്ണിന്റെ അമ്മാവനെ തിരക്കുന്നു. ഒറ്റയ്ക്ക് വന്നോളാന്ന് പറഞ്ഞപ്പോ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതാ. ഓ, മുഹൂർത്തമാകാറായി. അകത്ത് അണ്ണന്മാര് സുബ്ബരാമയ്യരെ തിരക്കിയപ്പോ അത്യാവശ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയി ഉച്ചരത്തെ ഫ്ലൈറ്റിന് വരുമെന്ന് പറഞ്ഞ് തൽക്കാലം തടി തപ്പി. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? ഈ പേര് വായിക്കൊള്ളത്തില്ല. സുബ്രഹ്മണ്യർന്ന് പോരെ? അയ്യോ, ഇനിയിപ്പോ പേരൊന്നും മാറ്റി പറയാൻ പറ്റില്ല. സുബ്ബരാമയ്യർ തന്നെ. ഞാൻ സുബ്രഹ്മണ്യർന്ന് പറയൂ. അല്ല, സുബ്ബരാമയ്യർ, അഡ്വക്കേറ്റ് ജനറൽ. സുബ്ബമ്മാൾ. അമ്മാളല്ല, അയ്യർ. ഇയാളാണോ സുബ്ബരാമയ്യർ? ഒരെണ്ണം കെട്ട ലക്ഷണമാണല്ലോ. അനന്താ, നാവടക്ക് പെരിയ ആൾക്കാരെ കുറിച്ച് പേശാതെ. ആരെങ്കിലും കേസിന്റെയോ നിയമങ്ങളുടെ കാര്യം ചോദിച്ചാൽ ചുമ്മാ ചിരിച്ചോണ്ടിരുന്നാ മതി. മോഷണ കേസിനെ പറ്റി എന്ത് ലോ പോയിന്റ് ചോദിച്ചാലും ഞാൻ വെച്ച അലക്കും. താൻ അലക്കിയ തിരുമിയൊന്നും വേണ്ട. സമയായി, കേറി വാ. എന്നാ വാ. അതൊരു ഒരു ലുങ്കി അല്ലല്ലേ? ഓ, മാന്യമായി പെരുമാറണം. ടയൽ വിടരുത്. സുബ്ബരാമയ്യർ സ്വാമി അല്ലേ? ആമാ ആമാ, നിശ്ചയതാമ്പൂലം ആയതുകൊണ്ട് ഒഫീഷ്യൽ ഡ്രസ് ആകട്ടെ എന്ന് സ്വാമി തീരുമാനിച്ചു. വാങ്ങോ വാങ്ങോ, ഉള്ള വാങ്ങോ. എല്ലാവരും സ്വാമിയെ കാത്തിരിക്കുക. മുഹൂർത്തത്തിന് സമയമായി. കർത്താവിന്റെ കർത്താവ് ഇനി കർത്താവ് സാറിനെ കാത്തിരിക്കാൻ പറ്റത്തില്ല. മുഹൂർത്തമായി. ശിവകാമിയുടെ അമ്മാവന്റെ ക്ലോസ് ഫ്രണ്ടാ ജസ്റ്റിസ് ആദിനാരായണൻ കർത്താവ്. എന്ത് കാര്യത്തിനും പുള്ളിക്ക് കർത്താവ് സാർ തന്നെ വേണം. അഡ്വക്കേറ്റ് ജനറൽ. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, മൊബൈൽ കോടതി. ഇവിടെ എല്ലാം കേസുണ്ടെന്ന് പറയായിരുന്നു. ഇനി ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് ഇരിക്കാം. അയ്യടാ, ടൈൽ വിടല്ലേ. വന്നാട്ടെ വന്നാട്ടെ, അകത്തേക്ക് വന്നാട്ടെ. ഇതാ കല്യാണകൃഷ്ണനുടെ ബ്രദേഴ്സും അണ്ണിമാരും. ഇത് അമ്മ. ശിവകാമി എനക്ക് മകളെ പോലെ ആക്കും. അപ്പനും അമ്മയും ഇല്ലാതെ സിന്ന കുളന്ത. ഒരു കുറയും കൂടാതെയാണ് നാം അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ശിവകാമി, കാഫി കൊണ്ടമ്മ. പൊണ്ണെ എല്ലാവർക്കും പിടിച്ചാച്ചാ? ரொம்ப ലക്ഷണമാ இருக்கா. ഓ, ഇനി എന്ത് പിടിക്കാൻ? എല്ലാം കഴിഞ്ഞില്ലേ? അനന്താ, നീ പേശാതെ. 2 ദിവസത്തിനുള്ളിൽ നല്ലൊരു മുഹൂർത്തം പാത്തിന്റെ കല്യാണം നടത്തണം. അതിനെന്താ, നടത്താലോ. ആണാ, എനക്കൊരു വേണ്ടുകോൾ ഇருக்கு. ശിവകാമിയും തിരുമണം ഇതേ ഇടത്തിൽ വെച്ച് നടത്തണമെന്ന്. ഇത് നടക്കാതെ മാമ. ഒന്ന് പിടിച്ചേ. എന്റെ കല്യാണം ഞങ്ങളുടെ മഠത്തിലെ കോവിലിൽ വെച്ച് നടത്തണമെന്ന് നേർച്ചയിருக்கு. ഓഹോ, അപ്പടിയാ? ആ. അവളോ പെരിയ കോയില? ആ, പഞ്ചലോഹ വിഗ്രഹമാ? പഞ്ചലോഹന്താ. അടടടടട. കോഫി കുടി മാമ. അപ്പോ തീരുമാനിച്ച പോലെ മഠത്തിലെ കോവിലിൽ വെച്ച് തിരുമണം നടത്തലാം. பழுதாரு சொல்லப்போமா. ഗ്ലോസ് തോഴവി തോഴവി. കല്യാണകൃഷ്ണ, സ്വാമിക്ക് എന്നെ കാളനും ഓലനും പ്രമാദമായിരിക്കുന്നെന്ന് ശിവകാമിയുടെ അമ്മാവൻ ആമാ. കൽപ്പാത്തി വെങ്കടാചലയർന്ന് കേട്ടിരിക്കും. പെരിയ ചമയൽക്കാരൻ അവൻ താൻ ചമയൽ. ആമാ, സുബ്രഹ്മണ്യ സ്വാമിക്ക് പായസം വേണം അനന്താ. വേണമടാ. ശീഘ്രം. ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. യവൻ ആരാ? ഇവിടുത്തെ ജോലിക്കാരനെ? അയ്യോ, എന്റെ അണ്ണന്. കണ്ടിട്ട് എന്നെ പോലെ ഒരു ബ്രാഹ്മണ ലുക്കില്ലേ? ഒരു കള്ള ലുക്ക്. എന്താ പേശാതെ പേശാതെ, പെരിയ ആള്. വിളമ്പ് വിളമ്പ് വിളമ്പ്. തന്നെ കുടിപ്പിക്കാം. എന്റെ മതിയാക്കിയോ? കർത്താവിന്റെ ഓ, കർത്താവ് കർത്താവ് കർത്താവ്. മാമന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കർത്താവ് സാറ്. പുള്ളിക്കാരൻ എന്തെങ്കിലും അസൗകര്യം കാണും, അതാ വരാത്തത്. മാമന്റെ ഒരു വിഷമം. അത് അങ്ങനെയാ. ആത്മാർത്ഥ സുഹൃത്തുക്കൾ വരാതിരുന്നാൽ മനസ്സിന് ഒരു കറക്റ്റ്. അതിനെന്താ, ഇനിയും വരാലോ. വന്നാട്ടെ, കൈ കഴുകാം. വരൂ. വണക്കം. എന്താ സ്വാമി? ഇങ്ങേ കൈ കഴുകതൊക്കെ ഒരു ചിന്ന കിണ്ടിയില്ലേ? കിണ്ടിയില്ലേ? ഇപ്പൊ അവിടെ ഇരുന്നതാണല്ലോ. ഭാഗ്യലക്ഷ്മി, കനകാക്ക. என்னடா மணியா? കൈ കഴുകാൻ ഇവിടെ ഒരു കിണ്ടി വെച്ചില്ലേ? ഞാൻ தானே இங்க வச்சிருந்தேன்.
സ്വാമി കൈ കഴുകിയത് എപ്പടി പാത്രം കാണലേ അതനാലെ കൈ തെറ്റിച്ച് കൈയാച്ചി. മണിയാ, നീ പിന്നാടി പോയി തട്ടിന്റെ മേലെ കേറി 4-5 ചെറിയ കിണ്ടി എടുത്തോണ്ട് വാ ശീഘ്രം. തട്ടിന്റെ മുകളിൽ കയറാൻ പിന്നാപ്പുറത്ത് വഴിയുണ്ടോ? അന്യജാതിക്കാരെ ഞങ്ങൾ മഠത്തിനകത്ത് കയറ്റാറില്ല. അവർക്ക് അപ്പടി ഒരു വഴി വെച്ചിരിക്കെ. കറക്റ്റ്. ഓട്ടുപാത്രങ്ങൾ ധാരാളം തട്ടുംപുറത്തുണ്ടാവൂലേ? കൂട്ടുപാത്രങ്ങൾ മാത്രമല്ല, പിന്നെ വെള്ളിപ്പാത്രങ്ങള്, പഞ്ചലോഹ തളികള് ഒക്കെ ഇരിക്ക്. തട്ടിന്റെ മേളിൽ പറയുന്ന പോലെ ഒന്നുമില്ല, വെറുതെ പറയുക. என்னடா தட்டிന്റെ மேல ஒண்ணுமே இல்லைன்னு சொல்றாய்? சாமி, தட்டிന്റെ மேல நிறைய பாத்திரம் இருக்கு, நீங்க மேல ஏறி பாருங்க. அப்படியா? பெரிய குடும்பாச்சே. என்னடா அது? அவர் എന്ത് വിചാരിക്കും നമ്മളെ പറ്റി? ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം. എന്നാ പിന്നെ മറുപടി എന്നത്തേക്ക് വെക്കണം? ഒണ്ണു വീടും പാത്ത് അപ്പടിയേ പണി കണ്ടവരെ കുമ്പിട്ട് വരലാം. അല്ല, അത് വേണ്ട. അതിപ്പോ ഇവരെല്ലാരും കൂടി കാശി രാമേശ്വരത്തൊക്കെ പോവാ. 2 മാസത്തെ തീർത്ഥയാത്ര. അതെ അതെ. ഇന്ത സമയത്തിലൊരു തീർത്ഥയാത്ര? ശിവകാമിയുടെ കല്യാണം മംഗളമായി നടന്നാൽ കാശിയിലും രാമേശ്വരത്തും പോകാമെന്ന് മാമൻ നേർന്നിട്ടുണ്ടെന്ന് ശിവകാമി ചൊല്ലിയാച്ച്. അതെ അതെ. കർത്താവേട്ടന്റെ എയർ കണ്ടീഷൻ ബസ് തന്നെ ബുക്ക് ചെയ്യാം. എന്നാ പിന്നെ പോകാൻ ധൃതി ഉണ്ടെന്ന് അകത്തുള്ളവര് പറയുന്നു. ഏയ്, എവിടെ പോകാൻ? ശംഭു, എന്നമ്മാ டேய், എന്റെ വെറ്റില ചെല്ലം കണ്ടില്ല. ഇങ്ങ എങ്കാவது பாத்தியா? നാടുക്കല്ലേ. എടാ അനന്ത, അമ്മാവോട് വെറ്റില ചെല്ലങ്ക. എന്നാ പിന്നെ ഇരിക്കുന്നില്ല, സമയം അച്ഛി. മാമി, എല്ലാരും വിളിച്ചോളൂ. ശിവകാമിയുടെ അമ്മാവനോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നീ വന്നേ. ഇനിയിപ്പോ പേശാൻ സമയമില്ല. എന്തൊക്കെ ഫോൺ ചെയ്യൂ ഇല്ലേ? അതാ അത് പറഞ്ഞാ പറ്റില്ല. ഈ വിവാഹം നടത്താനായി അങ്ങ് ചെയ്തു തന്ന സഹായത്തിന് അങ്ങയുടെ പാദം തൊട്ട് എനിക്ക് നമസ്കരിക്കണം. അത് ഇവിടെ വെച്ചായിക്കൂടെ? എനിക്കൊരു നാണക്കേട് പോലെ. അകത്ത് വെച്ചാകാം. എന്നാ അകത്തോട്ട് പോയാട്ടെ. അത് വേണോ? വേണം വേണം. മാമ വന്നട്ടെ. വാ. വണക്കം. ഇങ്ങോട്ട് ഇങ്ങോട്ട്. നമസ്കാരം. ശരിയാണപ്പാ. എന്നാൽ എന്തൊരു വിനയം. അതെ അതെ. വാങ്ങോ. അല്ല ചാക്കുണ്ണി, തന്നെയൊക്കെ എന്റെ മാമനാന്ന് പറഞ്ഞ് ഈ മഠത്തിനകത്ത് കഴിച്ച എന്നെ വേണം തല്ലാൻ. എടുക്കണോ എന്റെ സഞ്ചി? അയ്യോ സാറേ, ഇതൊക്കെ എന്റെ സഞ്ചിയിലെങ്ങനെ വന്ന്? അതെ, ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ലോ. എന്റെ ഒരു ഗതികേട് കൊണ്ട് തന്റെ ഒരു സഹായം സ്വീകരിച്ചിട്ട് താൻ പാരയാലുണ്ടല്ലോ വെട്ടി നുറുക്കിക്കളെ ഞാൻ. സാറേ, ആ സഞ്ചി കാണരുത്. തനിക്ക് ഈ പന്ന സഞ്ചി എവിടുന്ന് കിട്ടി? വന്നപ്പോ തൊഴിലില്ലായിരുന്നല്ലോ. എവിടെ പോയാലും ഞാൻ ആ സഞ്ചി കരുതും. തൊഴിലല്ലേ, ഒരു ആത്മാർത്ഥമുണ്ട് സാറേ. തന്നെ വീട്ടിൽ കയറ്റി എന്നെ വേണം പറയാൻ. ദാ, കാശ് വേണ്ട വേണ്ട വേണ്ട, കാശ് വേണ്ട എനിക്ക്. സാറേ, സാർ 1 ലക്ഷം രൂപ വെച്ചാലും ഞാൻ തൊടുകയല്ല. അങ്ങനെ അപ്പുറത്തേക്ക് കിണ്ടി വെച്ചാ ഞാൻ അടിച്ചു മാറ്റും. അതൊരു ശീലമായി പോയി. അയ്യോ, പതുക്കെ പറ, അപ്പുറത്ത് ആളുണ്ട്. സാറേ, എനിക്ക് വെറ്റലമുറുക്ക് തുപ്പൻ ഒരു കിണ്ടി എങ്കിലും തരണം. ഹിന്ദിയിലാണ് തുപ്പുന്നത്. അന്തോണീസ് പുണ്യാളുടെ കൃപ കൊണ്ട് ഇന്ന് ആദ്യം കൈ തടഞ്ഞത് കിണ്ടിയാ. ഇതെനിക്ക് തന്നില്ലെങ്കിൽ ഈ മാസം പച്ചോടൂല്ലേ സാറേ? സ്റ്റൈലായിട്ടുണ്ട്. കല്യാണ സ്ഥലത്ത് വെച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ശിവകാമി തന്നെ. അല്ലെങ്കിൽ അതൊക്കെ പിന്നെ മതി. ദാ, ഇന്ന് രാത്രി കൊണ്ട് ഇത് കുറച്ചെങ്കിലും വായിച്ചു പഠിക്കണം. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ തമിഴ് പഠിക്കാനാ? അതിനൊരു വഴിയുണ്ട്. ഏത് വാക്ക് പറഞ്ഞാലും അവസാനം റേൻ ചേർത്താ പോതും. ഉദാഹരണത്തിന്, ഞാൻ സൊൽറേൻ, ഞാൻ കേക്കറേൻ, ഞാൻ പോറേൻ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? പഴഞ്ഞി. പഴഞ്ഞിയാ? പഴങ്ങഞ്ഞിൻ ചമ്മന്തി ഒന്നുമല്ല. മരുതമലൈ മാമണിയേ മുരുകയ്യ. കേട്ടിട്ടില്ലേ? പഴനിയാണ്ടവൻ. ഓഹോ. കുറച്ചു ദിവസത്തെ പാടല്ലേ ഉള്ളൂ. പിന്നെ ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്താണെന്ന് ചേച്ചിമാര് പറഞ്ഞു. എന്താ അത്? ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞ ഫസ്റ്റ് നൈറ്റ്. അതൊക്കെ നേരത്തെ കഴിഞ്ഞതല്ലേ. ഏതായാലും കല്യാണമൊക്കെ മംഗളമായി നടന്നു. താൻ ഇനി ഈ വീട്ടിലുള്ളവരെ സോപ്പിട്ട് പോക്കറ്റിലാക്കണം. അമ്മയ്ക്കാണെങ്കിൽ എണ്ണയും ഭജനയും കുഴമ്പും ഒക്കെയാ പ്രധാനം. പിന്നെ വലിയ എണ്ണൻ. എല്ലാവരുടെയും പേര് നോട്ട് ചെയ്തു, അല്ലേ കൺഫ്യൂഷൻ ആവും. ശംഭോ മഹാദേവൻ, അമ്പലം, പൂജ, കുളി, ജപം, പിന്നെ ഗായത്രി. ഗായത്രി ചേച്ചി കണ്ടില്ലല്ലോ. ഗായത്രി ചേച്ചിയും കുഞ്ഞമ്മയൊന്നുമല്ല, അതൊരു മന്ത്രമാണ്. രണ്ടാമത്തെ അണ്ണൻ ലക്ഷ്മി നാരായണ അയ്യർ. സുഖശാപ്പാടും ഉറക്കവുമാണ് പ്രധാനം. മൂന്നാമത്തെ അണ്ണനെ കൊണ്ട് തൽക്കാലം ഒരു ശല്യമില്ല. ആളങ്ങ് അമേരിക്കല, അവിടെ ഡോക്ടറാ. നാലാമത്തെ അണ്ണൻ ആളൊരു ചീങ്കണ്ണിയ, മുൻകോപി, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. എന്നാലും ഒരു ബലഹീനതയുണ്ട്. ഏയ് പേടിക്കാനൊന്നുമില്ല, ഒന്നുമല്ല.
കർണാടക സംഗീതം. പെട്ടെന്ന് ചൂടായി വെട്ടാമെന്നാലും ഒരു ത്യാഗരാജ കീർത്തനം അങ്ങോട്ട് കാച്ചിയാൽ കത്തി താനെ താഴെ ഇടും. അതിന് താഴെ സീതാരാമയ്യ. കക്ഷിയും ഒരു സംഗീത പ്രേമിയാ. സത്യം പറഞ്ഞ ഇവിടെ എല്ലാവർക്കും ഉണ്ട് അല്പം സംഗീത പ്രേമം. പിന്നെ അനന്തൻ, അവനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവൻ സ്ഥാനത്തും അസ്ഥാനത്തും മുറിയിൽ കയറി വന്നിരിക്കും. അവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ അവൻ എന്റെ അണ്ണനാണെങ്കിലും ആള് പാഷാണത്തിൽ കൃമിയാണ്. ഗിരിജ വല്ലഭൻ, സീതാരാമൻ, ലക്ഷ്മി നാരായണൻ എല്ലാ പേരും സ്ത്രീലിംഗത്തിലാണല്ലോ. ചുമ്മാതല്ല ഭാര്യമാര് പ്രസവിക്കാത്തത്. അത് കറക്റ്റ്. ഏതായാലും പാചകം, ഗൃഹഭരണം ഇതിലൊന്നും ആർക്കും എന്നെ തോപ്പിക്കാൻ കഴിയില്ല. കുക്കിംഗ് ക്ലാസ്സിൽ എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ വെസ്റ്റേണേ പഠിച്ചിട്ടുള്ളൂ. മതി, ധാരാളം മതി. വെസ്റ്റേണിന്റെ കൂടെ സ്വല്പ സരിഗമ കൂടെ ചേർത്ത് ഒരു കാച്ചു കാച്ചിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ പാട്ടൊക്കെ നാളെ. ശിവകാമി, അയ്യോ,